ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ കളർഫുള്ളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റാവാൻ മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ തേങ്ങ കൂടിയാണ്. തേങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് കുറച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും തേങ്ങ, അങ്ങനെ ലെയറായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുമാണ്, പിന്നെ നല്ലൊരു ഹെൽത്തിയും കൂടിയായിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.